ഇന്നെൻ്റെ യാത്ര ബ്രമനിലേക്കാണ്. ജർമ്മനിയിൽ തന്നെ വളരെ മനോഹരമായ സിറ്റികളിലൊന്നാണ് ബ്രമൻ. ഒരുപാട് ഇന്ത്യക്കാരും മലയാളികളും ഒക്കെയുള്ള ഒരു സിറ്റിയാണ് ബ്രമൻ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും അനുഗ്രഹമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരുപാട് കസിൻസ് ജർമ്മനിയിലുണ്ട്. അതും അടുത്ത് തന്നെയുണ്ട്. അതുമാത്രമല്ല, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ഒരുപാട് കോളേജ് ഫ്രണ്ട്സും വീടിനടുത്തുള്ള ഒരുപാട് ആൾക്കാരും എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ അതുമാത്രമല്ല, നാട്ടിൽ നിന്ന് ഒരുപാട് ഫ്രണ്ട്സിനെ ഞാനിപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അവിടെ ഇവിടെയായിട്ട് സ്പ്ലിറ്റായി കിടക്കുന്ന ഒരുപാട് ഫ്രണ്ട്സിനെ ഒരുമിച്ച് കൂട്ടാനും നോക്കുന്നുണ്ട്. കാരണം നമുക്ക് ഏറ്റവും സ്നേഹമുള്ള ആൾക്കാർ കൂടെ ഉള്ളപ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം നമുക്കുണ്ടാകുന്നത്. ഈ കാണുന്നതാണ് ജോഷി അച്ഛൻ. അച്ഛൻ എൻ്റെ ഫസ്റ്റ് കസിനാണ്. അച്ഛൻ എൻ്റെ തൊട്ടടുത്ത് തന്നെയാണുള്ളത്. എപ്പോഴും അച്ഛൻ വന്നിട്ട് എവിടെയെങ്കിലും പോവാം, അങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് പോകാം എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു യാത്ര തുടങ്ങിയതാണ്. പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ ഓട്ടോബാൻ. ഓട്ടോബാനെ കുറിച്ച് ഞാൻ കേട്ടുള്ളത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് റൂട്ട്, അതായത് ഏറ്റവും ഫാസ്റ്റിലായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരു റോഡാണ് വേൾഡിൽ തന്നെ. പക്ഷേ ഞാൻ കണ്ട ഓട്ടോബാനിൽ എപ്പോഴും ട്രാഫിക്കായിരുന്നു. ബ്രമനിലെ സിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ്, കാണാൻ ഭയങ്കര രസമുള്ള സ്ഥലമാണ്. ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ കാണാൻ വേണ്ടി. പിന്നെ ഇവിടുത്തെ റോഡ് സിസ്റ്റം ഒക്കെ വളരെ രസമാണ് കേട്ടോ. ഇപ്പോൾ ഒരു വർക്ക് നടക്കുന്നതാണെങ്കിൽ പോലും അവിടെ ഒരു സിഗ്നൽ വെച്ചിട്ടുണ്ട്. ആ സിഗ്നലിൽ അനുസരിച്ചാണ് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. റോഡ് നിയമത്തിനും റോഡ് സേഫ്റ്റിക്കും ഒരുപാട് വില അവർ കൽപ്പിക്കുന്നുണ്ട്. റോഡിൽ കാർ ഓടിക്കുന്നതിനേക്കാൾ വിലയാണ് സൈക്കിൾ ഓടിക്കുന്നതിന്. അതിൽ കൂടുതൽ വിലയാണ് നടക്കുന്നതിന്. കാരണം നടക്കുന്ന ആൾക്കാർക്ക് ഇത് കൂടെ വേണമെങ്കിൽ നടക്കാം, കാറ് നിർത്തി, അത്രേ രസമാണ്. പിന്നെ അച്ഛൻ കാറിൽ നമ്മളെല്ലായിടത്തും കൊണ്ടുപോകുന്നുണ്ട്. പോകുമ്പോൾ നമ്മുടെയൊക്കെ ഫാമിലി മെമ്പേഴ്സ്, അതായത് നമ്മുടെ പാരൻസൊക്കെ പറഞ്ഞു തരുന്ന ഓരോ നിയമങ്ങളും അവിടുത്തെ കാര്യങ്ങളും ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരികയും എങ്ങനെയാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത്, എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരികയും ചെയ്യുന്നതൊക്കെ അച്ഛനാണ്. ഒരു നല്ലൊരു മെൻറ്ററാണ് അച്ഛൻ. തമാശ എന്താണെന്ന് വെച്ചാൽ അച്ഛൻ ഈ ഓടിക്കുന്ന വണ്ടി പോളോയുടെ ഗോൾഫാണ്. നാട്ടിലിൻ്റെ വില അറിയാലോ, 6 ലക്ഷം രൂപയോളം വിലയുള്ള വണ്ടിയാണ്. ഇവിടെ ജർമ്മനിയിൽ വണ്ടിക്കൊക്കെ അത്ര ഉള്ളതെന്ന് വിചാരിച്ചാൽ മതി. പിന്നെ ഞങ്ങൾ ബ്രമനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഡോഗിൻ്റെ ഒരു ഷോ നടക്കുന്നുണ്ടായിരുന്നു. കാരണം അന്യം നിന്ന് പോകുന്ന ഒരു ബ്രീഡാണ് ഈ കാണുന്നത്, മെലിഞ്ഞിട്ടുള്ള ഡോഗുകളെല്ലാം. അപ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യുകയും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയൊക്കെയുള്ള അവരുടെ ഒരു ഗ്യാതറിങ് ആയിരുന്നു അത്. ഒരുപാട് ബ്രീഡ്സ് ഉണ്ടെങ്കിലും കൂടുതലായിട്ട് കാണുന്നത് ഈ ടൈപ്പ് ബ്രീഡുകളാണ്. ഭയങ്കര രസമായിരുന്നു ഞങ്ങളെല്ലാം കാണാൻ വേണ്ടി. ഈ കാണുന്ന സ്റ്റാച്യു നിന്ന് ബ്രമനിൽ ഒരുപാട് എമൗണ്ട് ഗവൺമെൻറ് കളക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ തൊട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള വിഷുകൾ നടക്കുമെന്നും, പിന്നെ അത് മാത്രമല്ല അവിടെ ഒരു കോയിൻ ഇടുകയാണെങ്കിൽ ആ കോയിനിൽ നമ്മളിടുമ്പോൾ പല പല ശബ്ദങ്ങളും കേൾക്കും. അങ്ങനെ പിന്നെ നമുക്ക് ന്യൂസ് പേപ്പറിൽ നമ്മുടെ ഫോട്ടോ വരുന്ന രീതിയിലുള്ള ഫോട്ടോസ് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് അവർക്ക് ഒരുപാട് വരുമാനം അവർ കണ്ടെത്തുന്നുണ്ട്. പിന്നെ ഒരുപാട് ടൈപ്പ് ഓൾഡ് സിറ്റികളാണ്, ചെറിയ ചെറിയ മ്യൂസിയങ്ങളും എല്ലാം ഉണ്ട് കാണാം. പിന്നെ ഈ കാണുന്ന ആശാൻ്റെ തമാശ എന്താണെന്ന് വെച്ചാൽ ആളൊരു ഫ്രീക്കമഷാടെയാണെന്ന് തോന്നുന്നു. വെറുതെ നമ്മളെടുത്ത് വന്നിട്ട് ഇതുപോലെ കുറച്ച് അഭ്യാസങ്ങളൊക്കെ കാണിച്ചിട്ട് പോകും. പൈസ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ആൾക്കൊരു രസമാണ്, അതുമാത്രമേ ഉള്ളൂ. അതാണ് പുള്ളിയുടെ സന്തോഷവും. താനാരോ താൻ തന്നെ കെട്ടും കഥയാണോ, നേരാണോ നേരെന്നാൽ നോവും കനലാണോ, ഓരോരോന്നും ശീലം മാറ്റും കാലം. കുഞ്ഞു കുട്ടികളെ ആൾക്കാരും കയ്യിലെടുക്കാൻ വേണ്ടി ചെറിയ ചെറിയ കുഞ്ഞു അഭ്യാസങ്ങളൊക്കെ അച്ഛൻ്റെ കയ്യിലുണ്ട്. അച്ഛൻ ചെറിയ മജീഷ്യനാണ്. അപ്പോൾ അച്ഛൻ കുറേ മാജിക്കുകളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഓട്ടോവാനിലേക്ക് വണ്ടി കയറിയതും അച്ഛൻ്റെ സ്കില്ല് കാണിക്കാൻ തുടങ്ങി. ഈ സ്പീഡൊന്നും അല്ല അച്ഛൻ പോയത്, ഭയങ്കര സ്പീഡിൽ പോയി. എനിക്കത് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അങ്ങനെ ഒടുവിൽ വീണ്ടും കാണാമെന്ന് പറഞ്ഞ് ഇനിയും ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണാനുണ്ട് ഒരുമിച്ചെന്ന് വാക്കും കൊടുത്ത് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള യാത്ര വീണ്ടും തിരിച്ചിരിക്കുകയാണ്.